നിർദ്ദിഷ്ട മാങ്കുളം ജലവൈദ്യുത പദ്ധതിക്കായി ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഡാം നിർമ്മിക്കുന്നതിനോ വികസന പദ്ധതികൾ വരുന്നതിനോ നാട്ടുകാർ എതിരല്ല. എന്നാൽ വികസന പദ്ധതികൾക്കായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അർഹമായ നഷ്ടപരിഹാരം തങ്ങൾക്ക് ലഭിക്കണം എന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. പൂയംകുട്ടി പദ്ധതിയുടെ അനുബന്ധമായാണ് ഇവിടെ ഡാം നിർമ്മിക്കുന്നത്. 40 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പദ്ധതിക്കായി 68 ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കണം. വർഷങ്ങളായി പദ്ധതിയെക്കുറിച്ച് പറയുന്ന KSEB പക്ഷേ അർഹമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകുന്നില്ലെന്ന പരാതിയാണ് പ്രധാനമായും ഉയരുന്നത്. ആ നിയമം പൂർണ്ണമായി നടപ്പിലാകണമെങ്കിൽ 100 ഏക്കറിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നവർക്കാണ് നൽകാൻ കഴിയുന്നത്. അതിനുവേണ്ടി 38 ഹെക്ടർ നോട്ടിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് KSEB സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുത്തിരിക്കുന്നത്. ഈ 38 ഹെക്ടർ സ്ഥലം പട്ടയമുള്ളതാണെന്നും അല്ലാത്ത സ്ഥലം പട്ടയമില്ലാത്തതുമാണെന്നാണ് KSEBയുടെ വാദം. പട്ടയം നിർണ്ണയിക്കുന്നത് KSEB അല്ല എന്നിരിക്കെ ഇടുക്കി ജില്ലാ കളക്ടർ ഇവിടെ പട്ടയമുള്ള ഭൂമി എത്രയെന്നും പട്ടയമില്ലാത്ത ഭൂമി എത്രയെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പൊ തെറ്റായ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. വിട്ടുകൊടുക്കുന്ന സ്ഥലത്തിന് മാർക്കറ്റ് വിലയും അതോടനുബന്ധിച്ചുള്ള നഷ്ടപരിഹാര പാക്കേജും നൽകണം. പദ്ധതിക്ക് വേണ്ടി നടത്തിയ പാരിസ്ഥിതികാഘാത പഠനത്തിലും പ്രദേശവാസികൾക്ക് ജോലി ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരത്തിന് നിർദ്ദേശമുണ്ട്. നാടിന് പ്രയോജനമുണ്ടാക്കുന്ന വികസന പദ്ധതിക്ക് തങ്ങൾ എതിരല്ല എന്ന് പറയുന്ന മാങ്കുളം നിവാസികൾ വ്യക്തമായ നഷ്ടപരിഹാര പാക്കേജിനാണ് ആവശ്യമുന്നയിക്കുന്നത്. വർഷങ്ങളായി ജനവാസ കേന്ദ്രമായ മാങ്കുളം ടൗണിൽ നിന്നാണ് വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പുനരധിവാസത്തിന് പ്രത്യേക ശ്രദ്ധ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. MK ശ്രീജിത്ത്, ഇടുക്കി, ഇന്ത്യ വിഷൻ.